ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുട്ടുപൊടി ഇല്ലാതെ നമുക്ക് എങ്ങനെ പുട്ടുണ്ടാക്കാം എന്നുള്ളതാണ്. റേഷനരി കൊണ്ടിട്ട് വൈകുന്നേരം വരെ നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. പുട്ടുപൊടി ഇല്ലെങ്കിലും നമുക്ക് രുചികരമായിട്ടുള്ള നല്ലൊരു പുട്ട് റെഡിയാക്കി എടുക്കാം. ഇത് നമുക്കൊന്ന് ഉടച്ച് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വൈകുന്നേരം വരെ ഇതുപോലെ തന്നെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ പുട്ടിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഏത് ടൈപ്പ് അരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ അരി വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കണം. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ടൈം ഇല്ല എങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് അരമണിക്കൂർ നേരം നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് 4 മണിക്കൂർ നേരം കുതിർത്തിയെടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് ഊറ്റിയെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വെള്ളം പോകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം പോയാൽ മതി. കാരണം നമുക്ക് അരക്കുന്ന സമയത്ത് വെള്ളമയം വേണം, അതുകൊണ്ടിട്ട് നന്നായിട്ട് കളയുന്നില്ല. ഇപ്പോൾ അരിയിലെ വെള്ളം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെറിയ തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. കാരണം ഇത് നമുക്ക് പുട്ടിനായതുകൊണ്ടിട്ട് ചെറിയ തരിയൊക്കെ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ പുട്ട് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ വേണം. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ നമുക്ക് പുട്ടിൻ്റെ പൊടി നിറച്ചെടുക്കാം. ഫസ്റ്റ് നമുക്കിതിൽ ചില്ലിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് തേങ്ങ കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ 2 ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പീസായിട്ടാണ് പുട്ട് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് 3 പീസായിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പകുതി നിറച്ച ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കൂടെ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. പുട്ടുകുടത്തിൽ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നിറച്ചെടുത്ത പുട്ടുകുറ്റി നമുക്ക് പുട്ടുകുടത്തിലേക്ക് വെക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് നമുക്ക് 2 മിനിറ്റ് കൂടുതൽ നേരം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച ശേഷം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. തേങ്ങയുടെയൊക്കെ അരിപ്പൊടിയുടെയും കൂടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ പുട്ട് റെഡിയായി വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇതാ നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന നമ്മുടെ സോഫ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. രുചിയുടെ കാര്യത്തിൽ പറയാനില്ല, നല്ലൊരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ പുട്ടിന്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.